മനസ്സിലാക്കിക്കൊണ്ട് ആശയർപ്പിച്ചുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാറില്ല. മിക്കവാറും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ 12 മണിൻ്റെ ശേഷമാണല്ലോ മിക്കവാറും ഇങ്ങോട്ട് വരില്ല. ഞാൻ ഇന്ന് കുറച്ച് നേരത്തെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സുബ്ഹ് ആകുന്നത് വരെയും ഏതാണ്ട് ഈ ഒരു രാത്രി നമ്മളങ്ങനെ ഹയാത്താക്കുകയാണ്. ഇങ്ങനെ രാത്രി ഹയാത്താക്കുന്ന ഇടപാട് ഞങ്ങളുടെ ഭാഗത്തൊന്നും ഇപ്പം തീരെയില്ല. ഒന്നിൻ്റെ പേരിൽ, ഒരു ദിക്റിൻ്റെ പേരിലും ഒരു പരിപാടിയുടെ പേരിലുമില്ല. കാരണം ഒന്നുമല്ല, ആരും കിട്ടില്ല. അതേസമയം നിങ്ങൾ നല്ലൊരു ശതമാനം ആളുകൾ, ഇനി അങ്ങായി അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആളുകൾ പോലും കുത്തുബിയ്യത്തിന്റെ നേരമായാൽ അവിടെ വരികയും പങ്കെടുക്കുകയും സുബ്ഹ് വരെയുള്ള പരിപാടിയിൽ സംബന്ധിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. വർഷാന്തം ഒത്തുകൂടിയിട്ട് സ്ഥലം മതിയാങ്ങിയിട്ടാണല്ലോ നമ്മളിവിടെ വീണ്ടും സൗകര്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ദിവസം, ഒരു രാത്രി നേരം പുലരുന്നത് വരെ ഏതാണ്ട് ഇവിടെ വന്നെത്തിയിട്ട് ഒരു വകയിൽപ്പെട്ട ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കുറെ കച്ചവട സ്ഥാപനങ്ങളിലൂടെ കയറി ഇറങ്ങും, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അലസും എന്നതൊക്കെ ചെറുപ്പക്കാരായ കുറച്ചധികം ആളുകൾക്കുള്ള ഒരു സ്വഭാവമാണ്. മിക്കവാറും വിശ്വാസികളായിട്ടുള്ള ആളുകൾ, പണ്ഡിതന്മാരായും അല്ലാത്തവരായും ഇവിടെ വരുന്നവരൊക്കെ, നേരത്തെ ഇവിടെ വന്നിട്ട് ഖുതുബിയത്തും കഴിഞ്ഞു പോകുന്നവരൊക്കെയും ഈ ഒരു രാത്രി സമ്പൂർണമായും ഹയാത്താക്കുക തന്നെയാണ്. ഈ ഹയാത്താക്കുക എന്നത് ചെറിയ ഒരു കാര്യമായി നമ്മൾ കാണേണ്ടതില്ല. ഞാൻ എൻ്റെ നാടിനെ, എൻ്റെ പ്രദേശങ്ങളെ കുറ്റം പറഞ്ഞതല്ല. ജീവിത തിരക്കുകൾ വർദ്ധിക്കുമ്പോൾ, ജീവിത തിരക്കുകൾ അങ്ങെത്തുമ്പോൾ വെറും ആഘോഷത്തിന്റെ പേരിലോ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും പേരിലോ ലക്ഷങ്ങൾ തടിച്ചുകൂടുന്ന സമ്മേളനങ്ങളുടെയോ ആ സമ്മേളനത്തിന്റെ രീതിയിലുള്ള ഏതെങ്കിലും ആഘോഷങ്ങളുടെയോ പേരിൽ ചിലപ്പോൾ കുറെ ഉറക്കമിളച്ചുകൊണ്ട് 2 മണി വരെ 3 മണി വരെ ഒക്കെ ഇരിക്കാൻ ആളെ കിട്ടിയെന്ന് വരും. അല്ലാത്ത നിലയിൽ ഭക്ത്യാദരപൂർവം ഇത്തരം സദസ്സുകളിലിരിക്കാൻ, അതുപോലെ കുത്തുബിയത്താദി ദിക്റുകളിൽ പങ്കെടുക്കാൻ, റാത്തീബുകളിലോ വിറുതുകളിലോ സംബന്ധിക്കാൻ, മൗലൂദുകളിലോ മറ്റേതെങ്കിലും കർമ്മങ്ങളിൽ പങ്കെടുത്തിട്ട് രാത്രി ഹയാത്താക്കാൻ പലപ്പോഴും നമ്മളിലധികം പേർക്കും സാധിക്കാറില്ല. ഇതൊക്കെ തന്നെയാണ് സമൂഹത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അപചയങ്ങളുടെയും അധപ്പതനത്തിന്റെയും കാരണവും. ഇത്തരത്തിലുള്ള സുകർമ്മങ്ങളും നല്ല കർമ്മങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതെ പോയി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന് ശേഷം വാഴ്ത്തപ്പെടുന്നതായ താബിഈങ്ങൾ, ഞാൻ അവരുടെ ജീവിതത്തിന്റെ കഥകൾ കിട്ടുന്നിടത്തോളം വായിച്ചുകൊണ്ട് പോരുമ്പോഴും വണ്ടിയിലൊക്കെ ഞാനത് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോരുകയാണ്, കിട്ടുന്ന സമയം നോക്കാൻ. അത് പ്രസംഗിക്കാൻ ഉദ്ദേശിച്ചൊന്നുമല്ല. ഒരു കിതാബ് തൽക്കാലം അങ്ങനെ അവസാനം വരെ അത്യാവശ്യം നോക്കി പോകുക എന്നുള്ള കണക്കിന് കാണാത്ത കിതാബ് കാണുമ്പോൾ അങ്ങനെ നോക്കും. ആ പോരുന്ന കൂട്ടത്തിൽ ഓരോ സ്വഹാബിയുടേതും ഓരോ താബിയുടേതും ഏതോ ഒരു മഹാന്റേതും വിവരിച്ചാൽ ആ മഹാന്മാരുടെ ജീവിതത്തിൽ അവർ രാത്രി ഹയാത്താക്കുന്നതിനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നൊമ്പരപ്പെടുകയാണ്, നമ്മുടെ കണ്ണുകൾ നിർഗളിക്കുകയാണ്, നമ്മുടെ ഹൃദയങ്ങൾ പിടപെടക്കുകയാണ്. അവരുടെ പിൻഗാമികളായി വാഴ്ത്തപ്പെടുകയോ അല്ലെങ്കിൽ പിൻഗാമികളായി പുകഴ്ത്തപ്പെടുകയോ അവർ ഇവിടെ ഇട്ടേച്ചു പോയ ഇൽമിന്റെ വാഹകരായി സമൂഹം ആദരിക്കുകയോ ചെയ്യുന്ന എന്നെ പോലുള്ള സാധാരണക്കാരോ പ്രസംഗകരോ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊക്കെയുള്ള വലിയ ആളുകള്. അല്ലാഹു അത് കബൂലാക്കുമാറാവട്ടെ. ആ നിലയിൽ വാഴ്ത്തപ്പെടുന്ന ആളുകളോ ആലിമീങ്ങൾ എന്നൊക്കെ ജനങ്ങൾ പറയുന്ന ആളുകളോ ആയിട്ടുള്ള ആളുകൾ ഈ മഹത്തുക്കളുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് ഓർക്കുകയും അതൊന്ന് അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ എവിടെയാണ് രാത്രികൾ നമ്മുടെ രാത്രി? അവരുടെ രാത്രി എവിടെയാണ്? ഓരായ മക്ഹൂൽ റളിയല്ലാഹു അൻഹു, അവർ തന്നെയും ഒരു വലിയ മഹാനാണ്. താബിഈങ്ങൾ എന്ന നിലക്ക് ഒരു ഇൽമിന്റെ പണ്ഡിതനായോ ആലിമായോ
ഒരു മുഹദ്ദിസായോ മാത്രം വാഴ്ത്തപ്പെടുന്നതല്ല. ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന താബിഈങ്ങളിൽ മുഹദ്ദിസുകളും ആലിമുകളുമായി വാഴ്ത്തപ്പെടുന്നവരിൽപ്പെട്ട അദ്ദേഹം ഇബാദത്ത് കൊണ്ടും പുണ്യകർമ്മങ്ങൾ കൊണ്ടും മഅരിഫത്ത് കൊണ്ടും ഹൃദയം നിറഞ്ഞ അറിവുകൾ കൊണ്ടും വളരെയധികം വാഴ്ത്താൻ യോഗ്യരായിട്ടുള്ള അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ എണ്ണി വരുന്ന ഔലിയാക്കളുടെ ത്വബഖകളിൽ ഔലിയാക്കന്മാർ എണ്ണിയിട്ടുള്ളവരെല്ലാം എണ്ണി വരുന്ന മഹാനാണ്. ആ മഹാൻ പറഞ്ഞ ഒരു വാചകം നമുക്കിതുപോലുള്ള രാത്രിയുടെ ഹയാത്താക്കലുകൾക്ക് ആശാവഹമായിട്ടുള്ള ഒരു വചനമാണ്. അദ്ദേഹം പറയുന്നു, മൻ അഹ്യാ ലൈലതൻ ഫീ ദിക്രില്ലാഹി അസ്സ വജൽ അസ്ബഹ കയൗമ വലദതുഹു ഉമ്മുഹു. വല്ലവനും അല്ലാഹുവിന്റെ ദിക്റിലായി കൊണ്ട് ഒരു രാത്രി സജീവമാക്കിയാൽ, ഒരൊറ്റ രാത്രി അല്ലാഹുവിന്റെ ദിക്റിലായി അവൻ ഹയാത്താക്കിയാൽ, അവൻ നേരം പുലരുന്നതുവരേക്കും അല്ലാഹുവിന്റെ ദിക്റിൽ. അല്ലാഹുവിന്റെ ദിക്റ് എന്ന് പറഞ്ഞാൽ എന്താ? കയ്യിൽ മാല പിടിച്ചിട്ട് എണ്ണിച്ചൊല്ലി വരുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നത് മാത്രമല്ല ദിക്റ്. അല്ലാഹുവിന്റെ ദിക്റ് എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്. മനസ്സിന്റെ അകത്ത് ചിന്തിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്, സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്, പ്രസംഗിക്കുന്നത് അല്ലാഹുവിന്റെ ദിക്റുണ്ട്. ഹലാൽ ഹറാമുകൾ വിവരിക്കുന്നതാണ് ആ ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ ദിക്റ് എന്ന് വെച്ചാൽ അല്ലാഹു തആലാന്റെ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും അതിന്റെ ഹലാൽ ഹറാം എന്ന അഹ്കാമുകളും വിവരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പകർന്നു തന്ന നിയമങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതും ഖുർആനും ഹദീസും തദടിസ്ഥാനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മുന്തിയ ദിക്റ്. നമ്മൾ ചൊല്ലി വരുന്ന ദിക്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിക്റ് മാത്രമല്ല, അതിൽ പെട്ടതു തന്നെയാണ് നമ്മൾ ചൊല്ലുന്ന ഖുതുബിയത്ത്. പ്രത്യേകം മഹാനായ സ്വദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളവർകൾ പ്രത്യേകം ബെയ്ത്തുകൾ അദ്ദേഹം ഉണ്ടാക്കിയതും, അതുപോലെ മഹാന്മാരായ ഖാദിരിയ ത്വരീഖത്തിന്റെ മശായിഖുമാർ അവർ പരമ്പരാഗതമായി ചൊല്ലി വരുന്നതുമായ ദിക്റുകളും രീതികളും വിളികളുമെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഫാത്തിഹകൾ ഓതിക്കൊണ്ട് മങ്കൂസ് മൗലിദ് ചൊല്ലിക്കൊണ്ട് നടത്തുന്ന ദിക്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിക്റ് തന്നെയാണ്. ഭക്ത്യാദരപൂർവമുള്ള ദിക്റാണ്. ദിക്റല്ലാതെ ആ കൂട്ടത്തിൽ ഒന്നുമില്ല. ശൈഖ് തങ്ങളെ നമ്മൾ വിളിക്കുന്നത് വരെയും ദിക്റ് തന്നെയാണ്. പൂർണ്ണമായും ദിക്റിലായിക്കൊണ്ട് നമ്മൾ ഇരിക്കുന്ന ആ ഖുതുബിയത്തിന്റെ മുന്നോടിയായി നമ്മൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നതും അല്ലാഹുവിന്റെ ദിക്റാണ്. ഇതിന് ദിക്ർ എന്നാണല്ലോ പറയുക. വലദിക്റുല്ലാഹി അക്ബർ, വലദിക്റുല്ലാഹി അക്ബർ. ഇത് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖതീബ് ഇറങ്ങുമ്പോൾ കേൾക്കുന്ന വാചകമാണ്. എന്താണ് വലദിക്റുല്ലാഹി അക്ബർ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ഖുതുബ ഓതിക്കഴിഞ്ഞ ശേഷം നടത്താൻ പോകുന്ന കർമ്മത്തെ കുറിച്ചാണ് അവിടെ ദിക്റുല്ലാഹ് എന്ന് ഉപയോഗിക്കുന്നത്. എന്താണ് ഖുതുബ കഴിഞ്ഞിട്ട് നടത്തുന്നത്? നമ്മള് ജുമുഅ നിസ്കാരം, അത് നിസ്കാരല്ലേ, ജുമുഅ നിസ്കാരല്ലേ, ദിക്റല്ലല്ലോ. ജുമുഅ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നതല്ല ദിക്റ് എന്ന് സാധാരണക്കാര് മനസ്സിലാക്കിയേക്കാം. അല്ലാഹു തആല പറയുന്നത് അങ്ങനെയല്ല. വലദിക്റുല്ലാഹി അക്ബർ. ഇനിയുള്ളത് നിസ്കാരമാണ്. ആ നമസ്കാരമാണ് ഭൂമുഖത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും ഏറ്റവും വലുത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭ്യമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതിൽ ഏറ്റവും വലുത് അല്ലാഹുവിന്റെ ദിക്റാണെന്ന് പറയുന്നത് ആ നമസ്കാരത്തെ കുറിച്ചാണ്. 5 വഖത്ത് നിസ്കാരത്തെ കുറിച്ച് ദിക്റൊന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ പലതിനെ കുറിച്ചും ദിക്റൊന്നുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ചൊല്ലുന്ന നാക്കിന്റെ വചനങ്ങളായി ഒരു വിട്ടുകൊണ്ടിരിക്കുന്ന വിരുദുകളായി പതിവുകളായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഇവയെ കുറിച്ചും ദിക്റെന്ന് പറയും. അപ്പൊ ഈ ദിക്റിലായി നമ്മൾ ഒരു രാത്രി ഹയാത്താക്കിയാൽ അസ്ബഹ, അത് കഴിഞ്ഞ് അവൻ നേരം പുലരുമ്പോൾ അവൻ പ്രഭാതത്തിൽ വന്നെത്തുന്നത് കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെയാണ്. താബിഈങ്ങളാവട്ടെ സ്വഹാബികളാവട്ടെ ഏതെങ്കിലും പുണ്യകർമ്മത്തിൻ്റെതായ സവാബും പുണ്യവും പറഞ്ഞുകൊണ്ടുള്ള മൊഴികൾ അവർ ഉദ്ധരിച്ചാൽ അതവർ സ്വന്തം ഇജ്തിഹാദ് ചെയ്ത് പറയുന്ന മൊഴിയല്ല. കാരണം ഗവേഷണത്തിന് പഴുതില്ലാത്ത വിഷയമാണ് നമ്മുടെ കർമ്മങ്ങൾക്ക് പരലോകത്ത് ലഭിക്കുന്ന പുണ്യങ്ങൾ എത്ര എന്ത് എന്നത്. നമ്മളൊരു കർമ്മം ചെയ്താൽ അതിന്റെ പുണ്യം എന്താണ്?
അതിന് കിട്ടുന്ന പ്രതിഫലം എന്താണ്, അതിന് പരലോകത്തെ നേട്ടം എന്താണ്, ഈ വിഷയം ഒരാൾക്ക് ഗവേഷണം ചെയ്ത് കണ്ടെത്തി സ്ഥാപിക്കാൻ കഴിയുന്നതല്ല. ആയത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചു പറയുന്നതല്ല. നേരിട്ടു തന്നെ അവർക്ക് ലഭിക്കണം. അതവർക്ക് ഗുരുപരമ്പരയിലൂടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള വഹയായി തന്നെ ലഭ്യമാകണം. അള്ളാഹുവിന്റെ വഹയായി തന്നെ കിട്ടിയെങ്കിലേ ഇത് പറയൂ. അതുകൊണ്ട് തന്നെ സ്വഹാബികളോ താബിഈകളോ ഇത്തരം യുക്തിചിന്തയ്ക്ക് പ്രവേശനമില്ലാത്ത പരലോക സംബന്ധമായ പുണ്യങ്ങളും പ്രതിഫലങ്ങളും പറഞ്ഞാൽ അത് സത്യത്തിൽ തത്വത്തിൽ ഹദീസാണ്. മഖ്ഹൂൽ എന്നവരുടെ വാക്യമായാണ് നമ്മൾ കിതാബിൽ വായിക്കുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ മുഹമ്മദ് മുസ്തഫ തങ്ങളവറുകളിൽ നിന്ന് ലഭ്യമായ വിവരമാണ്. ആ വിവരം വെച്ച് നമ്മളൊന്ന് ചിന്തിക്കൂ. ഒരു ദിനത്തിൽ നേരം പുലരുന്നതുവരെ ഒരാള് അള്ളാഹുവിന്റെ ദിക്ർ അവൻ പൊരുത്തപ്പെടുന്ന ദിക്റായി, പുണ്യം നൽകപ്പെടുന്ന വാക്കെന്തുണ്ടോ ആ വാക്ക്, പുണ്യം നൽകപ്പെടുന്ന വാക്കുകൾ ഉച്ചരിച്ച് ചെയ്യുന്ന പ്രവൃത്തി എന്തുണ്ടോ ആ പ്രവൃത്തി, പുണ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഹദീസുകളെ കുറിച്ചും ആയത്തുകളെ കുറിച്ചും അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചും ഖൽബ് കൊണ്ട് ചിന്തിച്ചിട്ട് ഉറ്റാലോചിച്ചിട്ട് മനസ്സിലാക്കുന്നതുണ്ടോ അത്. ഇത്തരത്തിലുള്ള ദിക്റുകളെല്ലാം ഒരു രാത്രിയിൽ ഒരുത്തൻ ഹയാത്താക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ നേരം പുലരുമ്പോ അയാള് ഉമ്മ പെറ്റ മകനെ പോലെയാണ്. ഒരു പാപവുമില്ലാതെ നിഷ്കളങ്കമായി യാതൊരു തെറ്റുമില്ലാതെയാണ് നേരം പുലരുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭ്യമായ അറിവ് മഖ്ഹൂൽ എന്നവരായ താബിഈ പ്രമുഖരെ പോലുള്ളവർ നമ്മെ അറിയിക്കുമ്പോ ചെറിയൊരു കാര്യമാണോ ഇത്? നമ്മൾ പണം ധാരാളം ചെലവഴിച്ച് കടമ്പങ്ങൾ പലതും താണ്ടിക്കൊണ്ട് ഹജ്ജും ഉംറയും നിർവഹിച്ചു വരുമ്പോ സ്വീകാര്യമായ ഒരു ഹജ്ജിന്റെ പുണ്യമായി അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന ഒരു വാക്യമാണ് ഖയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ എന്ന വാക്യം. ഖയൗമി വലദതുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചപ്പോൾ ജനിപ്പിച്ചപ്പോൾ എങ്ങനെയാണോ അദ്ദിവസം പോലെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ തരിമ്പുമില്ലാതെ നിഷ്കളങ്കമായ രീതിയിൽ നല്ല സലീമായ ഖൽബോടുകൂടെ അയാൾ പുലരിയിൽ പ്രവേശിച്ചുവെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുമ്പോ ഖബൂലായ തരത്തിലുള്ള ഒരു ദിവസത്തെ ഉറക്കമിളക്കലിന്റെ ഏറ്റവും വലിയ നേട്ടമാണിത്. എന്റെ മോമിനീങ്ങളെ, നമുക്കിങ്ങനെയുള്ള ഒരു നേട്ടത്തിന് ആവശ്യമില്ലേ? വർഷത്തിലൊരിക്കലെങ്കിലും ഈ വിധത്തിൽ ബഹുമാനപ്പെട്ട ഒരു സയ്യിദ്, നമ്മൾ വളരെയധികം ആദരിക്കുന്ന സയ്യിദ്, ഇന്നത്തെ കാലത്ത് ഒരു വലിയെന്നും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഏറ്റവും വലിയ മുത്തഖി എന്നും ഭക്തനെന്നും നമുക്ക് പരലോകത്ത് തണിയാകാനും ശുപാർശ ചെയ്യാനും നമുക്ക് ദുന്യാവിന്റെ അകത്ത് നേട്ടങ്ങൾ കിട്ടാനും പ്രാർത്ഥിപ്പിക്കാനും ശഫാഅത്ത് കിട്ടാനും പറ്റുന്നവരെന്ന് എന്തുകൊണ്ടും വാഴ്ത്താവുന്നവരാണ്. നമുക്ക് ഈ പരിപാടി ഒരുക്കി തന്ന, ഇതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആദരണീയരായ നമ്മുടെ ശൈഖുനാ തങ്ങളവർകൾ, ആ തങ്ങളവർകളെ പോലെ ഞാൻ കണ്ട കൂട്ടത്തിൽ ആലിമീങ്ങളായും സയ്യിദുമാരായും അവരുടെ കുടുംബത്തിൽ തന്നെ പെട്ടിട്ടുള്ള ഒരുപാട് സയ്യിദുമാരുണ്ടല്ലോ. എന്റെ വിലയിരുത്തലിൽ വിനീതമായ വിലയിരുത്തലാവാം, പക്ഷേ നമ്മൾ വിലയിരുത്തുമ്പോ ഒരാൾക്കുണ്ടാകേണ്ട മഹത്വത്തിൻ്റെതായ മാനദണ്ഡങ്ങൾ നമ്മൾ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ചുകൊണ്ട് വിലയിരുത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്നത് മാത്രം, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത് മാത്രം, അല്ലാഹുവിന്റെ ക്രോധം വരാത്ത വിധത്തിൽ മാത്രം പ്രവർത്തിക്കുകയും അതിലൊരു പൊങ്ങച്ചമില്ലാതെ പ്രകടനപരതയില്ലാതെ കാട്ടിക്കൂട്ടലില്ലാതെ മറ്റൊരാൾക്ക് വേണ്ടി എന്ന് ബോധ്യപ്പെടുത്തലില്ലാതെ സാധാരണക്കാരിൽ സാധാരണക്കാരനായി കുട്ടികളോടും വലിയവരോടും ധനികരോടും സാധുക്കളോടും ഒരേപോലെ ബന്ധം പുലർത്തുന്ന വിധം നമ്മളിൽ ഒരാളായി ഒരു പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു തന്റെ സ്വഹാബത്തിൽ എങ്ങനെയാണോ കൃഷിക്കാരും പറയുമ്പോൾ കൃഷിക്കാര്യം, കച്ചവടക്കാരും പറയുമ്പോൾ കച്ചവടക്കാര്യം, മഴയുടെ കാര്യം പറയുമ്പോൾ മഴക്കാര്യം, നാടൻ വർത്തമാനങ്ങൾ പറയുമ്പോൾ നാടൻ വർത്തമാനം, പക്ഷേ ആഖിറത്തിന്റെ കാര്യം വഹയ്യായി കിട്ടിയതറിയിക്കുമ്പോൾ മാത്രം അള്ളാഹുവിന്റെ തിരുദൂതരായി മാറുന്ന വിധം കാര്യത്തിൽ ഏറ്റവും കാതലായ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യം അവർ നിയമിച്ചിരിക്കുന്ന കാലത്ത് അവരെ വട്ടം ചൂടി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇഷ്ടക്കാർക്ക് വിവരിക്കുമ്പോൾ ആ സമയത്ത് മാത്രം കാര്യം പറയുകയും
പറയുകയും ബാക്കി എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ നമ്മോടൊപ്പം സംസാരിക്കുകയും ചെയ്യുന്ന വിധം മഹാനരുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തിയാൽ, ഞാൻ വായിച്ച ഔലിയാക്കന്മാരുടെ ചരിത്രത്തിന്റെ സാമ്പിളുകളും അതിന്റെ ശരിയായ പകർപ്പും ആദരണീയരായ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാം. മഹത്തുക്കളിൽ മഹത്തുക്കളായിട്ടുള്ളവരുടെ ജീവിതം ശരിക്കും അത്തരം ഒരു ജീവിതം. അതുകൊണ്ട് തന്നെയാണ് മരിക്കണമെന്ന് തോന്നുമ്പോ, മരിക്കണത് എവിടെയാണെന്ന് ഉദ്ദേശിക്കുമ്പോ, എവിടെ എങ്ങനെ മരിക്കണം എന്നുദ്ദേശിക്കുമ്പോ, ഇഷ്ടക്കാരൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒത്തുകൂടിയിട്ട് ബഹുമാനപ്പെട്ടവർ ഇതുപോലെ ഒരു പരിശുദ്ധമായ മുഹറം മാസത്തിൽ അള്ളാഹുവിലേക്ക് യാത്രയാക്കുവാൻ അല്ലാഹു തആല തൗഫീഖ് നൽകിയത്. അദ്ദേഹത്തോട് കൂടെ പഠിച്ച ശരീക്കുമാർ പറയും, കൂടെ പഠിച്ച ആളുകൾ, ഞാൻ പറയട്ടെ, നാളെ ഇതേ മുഹറം മാസത്തിൽ തന്നെ മുഹറം 11 തങ്ങളവറുകൾ വഫാത്തായതെങ്കിൽ, നാളെ ഞങ്ങൾ ആണ്ട് കഴിക്കുന്ന ബഹുമാനപ്പെട്ട എൻ്റെ അഭിവന്യ ഉസ്താദ് ബഹുമാനപ്പെട്ട ശൈഖുന അലവി മുസ്ലിയാർ അവറുകൾ, അദ്ദേഹവും ഇതുപോലൊരു മുഹറം 10-16 വഫാത്തായി. അവർ രണ്ടുപേരും ഒരു കാലത്ത് ശരീക്കുമാരായിരുന്നു. കുറച്ചു കാലം പട്ടിക്കാട് ജാമിയ നൂരിയയുടെ സമീപമുള്ള ബാപ്പുഹാജിയുടെ പള്ളി എന്നറിയുന്ന ആ പള്ളിയിൽ ബഹുമാനപ്പെട്ട തേനമൂച്ചി അലവി മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു വലിയ ഫഖീഹ് ഉണ്ടായിരുന്നു. ആ ഫഖീഹിന്റെ ദർസിൽ ഒരു കാലത്ത് ഒന്നിച്ചു പഠിച്ചവരാണ് എൻ്റെ ഉസ്താദ് അലവി മുസ്ലിയാർ അവറുകളും ബഹുമാനപ്പെട്ട നമ്മൾ അനുസ്മരിക്കുന്ന തങ്ങളവറുകളും. അക്കാലത്തെ അവരുടെ ജീവിതം അവർ പറയും, അത് കഴിഞ്ഞ ശേഷം അവർ തലക്കടത്തൂരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തുള്ള ജീവിതം, അക്കാലത്തെ സഹപാഠികളും ഉസ്താദുമാരിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ആര് എവിടെ സംസാരിച്ചാലും തങ്ങളിൽ നിന്നൊരു വാക്ക് ഏറിയോ, ഒരു വാക്ക് കൂടിപ്പോയെന്നോ, ഒരു ശകാരം കൂടിപ്പോയെന്നോ, അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറ്റാത്തതായി പോയി ആ വാക്കെന്നോ, സദസ്സിനിണങ്ങാത്തതായി ആ വാക്കെന്നോ, കുട്ടികളോട് പോലും ഒരൽപ്പം ഏറിപ്പോയെന്നോ, വലിയവരോട് എങ്ങനെയെങ്കിലും കുറച്ച് കൂടിപ്പോയെന്നോ, അവരോട് ബന്ധപ്പെട്ട കുടുംബക്കാർക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടക്കാർക്കോ മക്കൾക്കോ പെരുശക്കാർക്കോ നിങ്ങൾ പരിചയപ്പെട്ട ആർക്കോ പറയാനില്ലാത്തത് എന്തുകൊണ്ടാണ്? ആത്മീയമായ രീതിയിലുള്ള ഒരു ശിക്ഷണം, ശരിയായ അർത്ഥത്തിലുള്ള ഒരു ശിക്ഷണം ആ ജീവിതത്തിനുണ്ട്. അതേത് കരങ്ങളിലൂടെ ലഭ്യമായോ, അതേത് മശായിഖുമാരിലൂടെ ലഭ്യമായോ, പ്രത്യേകിച്ചും അവരുടെ ബാപ്പമാരിലൂടെ പിതാമഹന്മാരിലൂടെ ലഭ്യമാകുന്നതു തന്നെ ഉസ്താദുമാരിലൂടെ ലഭ്യമാകുന്നതും അങ്ങനെ തന്നെ. ആ കൂട്ടത്തിൽ ഏറ്റവും ഇതിന് നിദാനം അവിടുത്തെ വലുപ്പമില്ലാത്ത വിനയമാർന്ന മനസ്സുകൊണ്ടും തവാദു കൊണ്ടും ലഭിച്ച പദവിയാണത്. അത്തരത്തിലുള്ള പദവി കൊണ്ട് ലഭിച്ച ആ ഒരു മഹാൻ, അവരാൽ തന്നെ സ്ഥാപിതമായിരിക്കുന്ന ഒരു വലിയ സംഗതിയിൽ നമുക്കൊത്തുകൂടാൻ, അല്ലാഹുവിന്റെ ദിക്റിലായി ഒരു രാത്രി ഹയാത്താക്കുവാൻ, ആ ഒരു ഹയാത്ത് കൊണ്ട് കിട്ടുന്ന ഉമ്മ പെറ്റ കുട്ടിയെ പോലെ നമുക്ക് പുലരിയിൽ പ്രവേശിക്കുവാൻ പറ്റുന്ന മഹത്തായ സൗഭാഗ്യം ചെറുതായി നമ്മൾ കാണരുത്. അത്തരം മഹാത്മാക്കളോടുകൂടെ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുന്നതിനേക്കാൾ, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങളെക്കാൾ, നമ്മുടെ സ്വന്തത്തിന്റെ കാര്യങ്ങളെക്കാൾ, നമ്മുടെ ഇഷ്ടപ്പെട്ട മറ്റാരുടെയെങ്കിലും കാര്യങ്ങളെക്കാൾ, ഭൗതിക കാര്യങ്ങളെക്കാൾ നമ്മൾ ഏറ്റവും പ്രധാനമായും കരുതേണ്ടത് ഭൗതിക കാര്യങ്ങളോടൊപ്പം പരലോകത്തിന്റെ കാര്യവും അത്തരക്കാരോടൊപ്പം വരാനാണ്. കാണാനെങ്കിലും സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ നിങ്ങൾ. സ്വർഗം എന്നതൊരു മഹാലോകമാണെന്ന് ഞാൻ പറഞ്ഞു. ആ ലോകത്തെക്കുറിച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ചെറിയ വചനം കേൾക്കി. അപ്പോഴേ നമുക്ക് സ്വർഗലോകത്തെക്കുറിച്ച് അറിയൂ. ഇന്നാ ഹിലദ്ദറജാത്തിൽ ഉലാ ഫിൽ ജന്ന, ഇന്നാ ഹിലദ്ദറജാത്തിൽ ഉലാ ഫിൽ ജന്ന ലയറാഹും മൻ തഹ്തഹും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ അത്യുന്നതിയിൽ നിൽക്കുന്നതായ ആളുകൾ ലയറാഹും മൻ തഹ്തഹും, അവർക്ക് താഴെയുള്ളവർ ഈ അത്യുന്നതിയിൽ നിൽക്കുന്ന ആളുകളെ കാണുന്നത് കമാ തറൗനൻ നജ്മ ത്വാലിഅ ഫീ ഉഫുഖിസ് സമാ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആകാശത്തിന്റെ ദിഗന്ധത്തിലേക്ക് നോക്കുമ്പോൾ, മാനത്തേക്ക് നോക്കുമ്പോൾ ചെറിയ പുള്ളി പോലെ തിളങ്ങുന്ന പുള്ളികൾ, മിന്നാമിനുങ്ങുകളെ പോലെ മിന്നിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? ആ നക്ഷത്രം എത്രായിരം കോടി കിലോമീറ്റർ അകലെയാണ്.
എത്ര കോടി വർഷങ്ങൾക്ക് മുൻപ് അത് ഭൂമിയിലേക്ക് പ്രവഹിപ്പിച്ച പ്രകാശത്തിന്റെ വെളിച്ചം കൊണ്ടാണ് നാം അവയെ കാണുന്നത്. എത്ര ദൂരെയാണ് ആ ദൂരെ ഇന്നത്തെ ചുറ്റുപാടിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നക്ഷത്ര ലോകത്തെ കുറിച്ച് ശാസ്ത്രകാരന്മാർ വിവരിക്കുന്നത് ക്ഷീരപഥം എന്ന പേരിൽ അറിയപ്പെടുന്ന, മിൽക്കി വേ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യകുടുംബത്തിന്റെ ഒക്കെ എത്രയോ അകലെയാണത്. കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് വരുന്ന വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് പതിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കതിനെ കാണാൻ പറ്റുകയുള്ളൂ. എത്ര അകലമാണത്! അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് വെച്ച് നമ്മൾ ശാസ്ത്രീയമായ അറിവ് വെച്ച് ഒന്ന് കൂട്ടിച്ചിന്തിച്ചാൽ ലയറാഹും മൻ തഹ്തഹും കമാ തറൗനൻ നജ്മ ത്വാലിഅ ഫീ ഉഫുഖിസ് സമാ. സാധാരണ നബിതങ്ങൾ പലപ്പോഴും പറയാറുള്ളത് 14-ാം രാവിലെ പൗർണമിയെ നിങ്ങൾ കാണുന്നത് പോലെ കാണുമെന്നാണ്. അള്ളാനെ കാണുന്നിടത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. മിന്നക്കും സതറൗന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും. കമാ തറൗനൽ ബദ്റ കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്ർ, പൗർണമിയുടെ രാത്രിയിൽ പൂർണ്ണ ചന്ദ്രനെ തിളങ്ങുന്നത് നിങ്ങൾ എങ്ങനെ കാണുമോ അങ്ങനെ കാണും. അതായത് നിങ്ങൾ പരസ്പരം കൂടിച്ചേരുകയോ കൂട്ടിയിടുക്കുകയോ ചെയ്യാതെ ആർക്കും അവനവൻ നിൽക്കുന്നിടത്ത് നിന്ന് നോക്കിയാൽ തടസ്സം കൂടാതെ പൂർണ്ണമായി കാണാൻ സാധിക്കില്ലേ പൗർണമിയിലെ ചന്ദ്രനെ? ആ ചന്ദ്രനെ കാണുന്നത് പോലെ റബ്ബിനെ കാണുമെന്ന് പറയുന്നിടത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ചന്ദ്രനെയാണ്. മറ്റനേകം സ്ഥലത്ത് മാനത്തേക്ക് നോക്കി കാണുന്നതിനെ കുറിക്കുമ്പോൾ സൂര്യനും ചന്ദ്രനുമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് തന്നെ വലിയ അർത്ഥവത്താണ്. ആകാശത്തിന്റെ ദിഗന്ധത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഉദിച്ചു പൊങ്ങിക്കാണുന്ന നക്ഷത്രമില്ലേ, നന്ന ചെറുതാണത്. അതിന്റെ പ്രയോജനം സമുദ്രയാത്രികരായ ആളുകൾക്ക് ദിശ അറിയുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഖുർആൻ വിവരിച്ചത്. ദിശ അറിയുക. നമുക്കും അറിയാം, കരയിൽ ജീവിക്കുന്ന ആളുകൾക്കും ദിശ അറിയാൻ ശാസ്ത്രീയമായി പിടിപാടുണ്ടെങ്കിൽ ഇന്ന നക്ഷത്രം ഇന്നിടത്താണ് എന്ന് കണ്ടെത്താൻ അതിനെപ്പറ്റി ഒരു അറിവുണ്ടെങ്കിൽ സാധിക്കും. ഇങ്ങനെ മാത്രം അറിയാൻ അല്ലാഹു തആല കാണിച്ചു തരുന്നതാണ് നമുക്കതിന്റെ പ്രയോജനം. ആ പ്രയോജനത്തിന് വേണ്ടി അല്ലാഹു തആല ജ്വലിപ്പിച്ചു നിർത്തുന്ന മിന്നാമിനുങ്ങ് പോലത്തെ ഈ ദൂരെ കാണുന്ന സാധനം എത്രയോ ഇരട്ടി സൂര്യനുകളെ ഉൾക്കൊള്ളിക്കാൻ മാത്രം വിശാലമാണ് ശാസ്ത്രം പറയുന്നത്. വലിയ വലിയ സൂര്യഗോളങ്ങളെ ധാരാളം ഉൾക്കൊള്ളിക്കാൻ മാത്രം വിശാലം. ആ വിശാലമായിട്ടും അത് കാണുന്നത് എങ്ങനെയാ? ഒരു ചെറിയ പ്രകാശിക്കുന്ന ബിന്ദു, ചെറിയൊരു ബിന്ദു. ഈ ബിന്ദു എന്താ അങ്ങനെ കാണാൻ? കോടാനുകോടി കിലോമീറ്ററുകൾക്ക് അകലെയാണ് ഇത് കിടക്കുന്നത്. ഒരു വിമാനം ദൂരെ കാണുമ്പോൾ നമ്മളെങ്ങനെ ചെറിയതായി കാണും, പിന്നെ അടുത്ത് പറക്കുമ്പോൾ നമ്മളെങ്ങനെ വലുതായി കാണും? ദൂരെ കാണുന്നതും അന്ന് ചെറുതായി കാണും. ആ അകലം കൊണ്ടാണത് ചെറുതായി കാണുന്നത്. അകലം കൊണ്ട് ചെറുതായി കാണുന്ന നക്ഷത്രത്തെ പോലെയാണ് സ്വർഗത്തിലെ ഉന്നതിയിലിരിക്കുന്ന ആളുകളെ താഴെയുള്ളവർ കാണുകയെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഉന്നതിയിലിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണ്? ആ ഉന്നതിയിൽ വസിക്കുന്നവരാരൊക്കെയാവും? അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ തീർച്ച. ആ അമ്പിയാക്കന്മാരോടൊപ്പം ജീവിച്ച സിദ്ദീഖുകളും അസ്ഹാബും തീർച്ച. അത്തരത്തിലുള്ള മഹത്തുക്കളൊക്കെ ഉയരങ്ങളിലേക്ക് പോകുമ്പോ നമ്മൾ ആദരിക്കുന്ന നമ്മുടെ ഇഷ്ടപ്പെട്ട പലർ അവരുടേതായ അള്ളാഹുവിന് വേണ്ടിയുള്ള ജീവിതത്തിന്റെ പേരിൽ അവർ ഇത്തരം ഉന്നതങ്ങളിലേക്ക് പോകുമ്പോ നമ്മുടെ ബാപ്പയാകട്ടെ, നമ്മുടെ ശൈഖാവട്ടെ, നമ്മുടെ തങ്ങൾ പാപ്പയാവട്ടെ, നമ്മളെ വഴി നടത്തിയവരാവട്ടെ, നമ്മൾ സങ്കടം പറഞ്ഞിരുന്നവരാവട്ടെ, അവരുന്നതരാണെന്ന നിലക്ക് ഉന്നതിയിൽ പോവുകയാണെങ്കിൽ അവരെ താഴെയുള്ളവർ കാണുന്നത് നക്ഷത്രം കാണുന്നത് പോലെ കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്ന് വന്നാൽ അവരോടൊന്ന് സംസാരിക്കാൻ, അവരോടൊന്ന് സംവദിക്കാൻ, എന്തെങ്കിലും ഒരാവശ്യം തരാൻ എളുപ്പമോ അവിടെ വേണ്ട.
സ്വർഗത്തിൽ ലഹും ഫീഹാ മാ യസ്തഹൂൻ, കൊതിക്കുന്നതൊക്കെ എല്ലാവർക്കും കിട്ടും, ആവശ്യമുള്ളതൊക്കെ എല്ലാവർക്കും വരും. എവിടേക്കും പോകേണ്ട, എങ്ങോട്ടും അനങ്ങേണ്ട. ഇത് നമ്മൾ സ്വർഗത്തെ കുറിച്ച് ഏവർക്കും അറിയുന്ന വിവരമാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ആവശ്യമുള്ളതുപോലെ സയ്യിദുമാരെ, ആലിമീങ്ങളെ, ഔലിയാക്കളെ സ്വർഗത്തിലെ എന്തെങ്കിലും ഉപകാരങ്ങൾ തരാനോ, കനിവർഗങ്ങൾ കിട്ടാനോ, ഭക്ഷണ പദാർത്ഥങ്ങൾ കിട്ടാനോ, നേട്ടങ്ങൾ കിട്ടാനോ നമുക്ക് അവരെ സമീപിക്കേണ്ടതില്ല. അത് കൊതിച്ചാ മതി. കൊതിക്കുക എന്ന് പറഞ്ഞാൽ അള്ള തന്നാ കൊതി ഉണ്ടാവും. ആ കൊതി ഉണ്ടാവുമ്പോ അത് മുന്നിലെത്തും ചെയ്യും. ഇതിന് വേറെ ആരും വേണ്ട, ഒരാളോടും ചോദിക്കണ്ട. പിന്നെ എന്തിനാണ് അവിടെ? ഇവിടെ കണ്ടവരെ കാണാൻ കൊതി ഉണ്ടാവൂലേ? ഇവിടെ കൈമുത്തിയവരെ കൈമുത്താൻ കൊതി ഉണ്ടാവില്ലേ? ഇവിടെ സംസാരിച്ചിരുന്നവരെ സംസാരിക്കാൻ കൊതി ഉണ്ടാവില്ലേ? ഇവിടെ നമുക്ക് സന്തോഷം പകർന്നവരെ കാണുമ്പോൾ അവിടെ സന്തോഷം കിട്ടില്ലേ? അതിനുവേണ്ടിയാണ് അല്ലാഹു തആലാന്റെ മഹത്തുക്കളായ ഉന്നതങ്ങളിലേക്ക് പോയ സ്വർഗസ്ഥരായിട്ടുള്ള ആളുകളെ താഴെയുള്ളവർ കാണേണ്ടത്, താഴെയുള്ളവർക്ക് കൂടേണ്ടത്. ഇതാഗ്രഹിക്കാത്തവരാരാ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയിരുന്നിരുന്ന സ്വഹാബാക്കൾ എത്ര കൊതിച്ചു. അന്തമുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കും, അല്ലാത്തവരൊക്കെ അങ്ങനെ ഒരു പോക്ക് പോകും. ആ കൂട്ടത്തില് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ തന്നെ ജീവിച്ച അവിടുത്തെ സഹചരന്മാരിലും അവിടുത്തെ സേവകന്മാരിലും ഒരു തരാ സൗബാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ എത്ര തവണ കേട്ടതാ കഥ, ഞാൻ കഥ പരത്തുന്നില്ല. സൗബാൻ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുറാഫഖത്ത് കിട്ടുകയില്ലയോ എന്ന ആശങ്ക കൊണ്ട് മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥ മഹാനർക്ക് വന്നുവെങ്കിൽ റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെ ഒക്കെ അവസ്ഥ അത് തന്നെയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? മഹാനവറുകള് തന്റെ മക്കളോട് പറയുന്നത്, ഞാൻ എപ്പോഴാണോ മരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്നെ മറമാടണം. രാത്രിയിൽ മരിച്ചാൽ നിങ്ങൾ പകലത്തേക്ക് കാത്തുവെക്കരുത്, രാത്രി തന്നെ എന്നെ മറമാടണം. എപ്പോഴാണ് ഞാൻ മരിച്ചത് എന്ന് വെച്ചാൽ അപ്പൊ തന്നെ എന്നെ മറമാടണം. ബഹുമാനപ്പെട്ട ഒരു വസിയത്ത് ചെയ്യുകയാണ്. കുളിപ്പിക്കേണ്ടത് തന്റെ ഭാര്യയായിരിക്കണം എന്ന് വസിയത്ത് ചെയ്യുന്നത് പോലെ. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഏതൊരാളെയും കുളിപ്പിക്കുന്നത് അവരുടെ ഭാര്യയാകുന്നതല്ല നല്ലത്. പെണ്ണുങ്ങളെക്കാൾ നല്ലത് പുരുഷന്മാരാണ്. പുരുഷന്മാരുടെ എല്ലാം കഴിഞ്ഞിട്ടേ പെണ്ണുങ്ങൾ കുളിപ്പിക്കുന്നത് നന്നുള്ളൂ. പക്ഷേ സിദ്ദീഖുൽ അക്ബർ എന്നവര് തന്റെ മേനി മുഴുവൻ കണ്ടിട്ടുള്ള തന്റെ ഭാര്യ മാത്രം കണ്ടാൽ മതി, തന്നെ മരണശേഷം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് സ്വന്തം ഭാര്യ കുളിപ്പിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് എപ്പോൾ മരിച്ചുവോ അപ്പോൾ നിങ്ങൾ എന്നെ അടക്കം ചെയ്യണം, രാത്രിയാണെങ്കിൽ പകലിലേക്ക് വെക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ തിങ്കളാഴ്ചയ്ക്കു ശേഷം ചൊവ്വാഴ്ചയുടെ രാത്രിയാണ് ലൈലത്തുൽ സലാസ. ചൊവ്വാഴ്ച രാവിന്, അതായത് തിങ്കളാഴ്ച അസ്തമിച്ച രാവിന്, ആ രാവിന് വഫാത്തായപ്പോ അപ്പൊ തന്നെ അവരടക്കം ചെയ്യുകയാണ്. പകലത്തേക്ക് കാത്തിട്ടില്ല. ആരാണ്? അന്നത്തെ ഖലീഫയാണ്, ലോക മുസ്ലിംകളുടെ നേതാവാണ്. ലോകത്തെവിടെ നിന്നെങ്കിലുമുള്ള ഏതെങ്കിലും തന്റെ ഒരുറ്റവരോ ഉടയവരോ വരാൻ കാത്തിരിപ്പില്ല. രാത്രിക്ക് രാത്രി തന്നെ മഹാനരെ മറമാടുകയാണ്. ആ മറമാടാനുള്ള താല്പര്യം മഹാനവർ വിവരിക്കുന്നത് എന്താണെന്നറിയുമോ? എനിക്കേറ്റവും എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിന്റെ ഹബീബുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കാൻ എനിക്ക് കിട്ടുന്ന അവസരം ഏതാണോ ആ അവസരമാണ്. അതെനിക്ക് ഇപ്പം കിട്ടുന്നുവോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അടുത്ത സെക്കൻഡിൽ കിട്ടുന്നുവോ അതാണ് തൊട്ടടുത്തിഷ്ടം. അതിനടുത്ത സെക്കൻഡിൽ കിട്ടുന്നുവോ അതാണ് എനിക്കിഷ്ടം. പിന്നെ നിങ്ങൾ എന്നെ കാത്തുവെച്ചാൽ എൻ്റെ ഹബീബിന്റെ അടുത്തേക്ക് പോകുന്നത് ഞാൻ പിന്തുകയല്ലേ? അങ്ങനെ പിന്തിപ്പോകാതെ എൻ്റെ ഹബീബിന്റെ കൂടെ തന്നെ ഇരിക്കാൻ എനിക്ക് പറ്റണം. ലൗകാന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുന്നും തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും അടുപ്പത്തിന്റെയും ബന്ധം ലൗ ളമ്മനി ബൈതു നംലിൻ വൽ ഹബീബു ബിഹി ലൗ ളമ്മനി ബൈതു നംലിൻ വൽ ഹബീബു ബിഹി ലകാന ദാലിക ലീ റൗളൻ വബുസ്താനു. ഞാനും എൻ്റെ ഹബീബും ഒരു ഉറുമ്പിന്റെ ദ്വാരത്തിലാണ് ഒന്നിച്ചു കൂടുന്നതെങ്കിൽ, ഉറുമ്പിന്റെ ദ്വാരമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, ഇടുങ്ങിയ ഒരു ദ്വാരമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി വസിക്കാൻ കിട്ടുന്നതെങ്കിൽ ആ ഹബീബായ നബിയോടൊപ്പമുള്ള എൻ്റെ സഹവാസവും കൂട്ടും ലകാന ദാലിക ലീ റൗദുൻ വബുസ്താനു. ഒരു
ഉദ്യാനത്തിലിരിക്കുന്നത് പോലെ, ഒരു എസ്റ്റേറ്റിലിരിക്കുന്നത് പോലെ, വിശാലമായ ഒരു തോട്ടത്തിലിരിക്കുന്നത് പോലുള്ള അനുഭവം എൻ്റെ മനസ്സിലുണ്ടാകുമെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ കൂടാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് തന്നെ കാത്തുവെക്കാതെ പെട്ടെന്ന് മറമാടണമെന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിലല്ല, ബർസഖിലാ. ബർസഖിൽ മുത്തനബിയോടൊപ്പം ഇരിക്കാനുള്ള അവസരം പെട്ടെന്ന് കിട്ടാൻ പെട്ടെന്ന് കൊതിച്ചു പോവുകയും അതിന്റെ അവസരം നഷ്ടപ്പെട്ടു പോകരുത്, വൈകി പോകരുതെന്ന് കൊതിക്കുകയും ചെയ്ത സ്വഹാബാക്കൾ. ചരിത്രം പറഞ്ഞാൽ, ഓരോരുത്തരുടെ അനുഭവം പറഞ്ഞാൽ നീണ്ടുപോകും. ആ വിധത്തിൽ കൊതിച്ച സ്വഹാബാക്കളൊക്കെ എന്തിനാ കൊതിച്ചത്? നബിയെ ഇപ്പൊ കാണുന്ന മാതിരി സ്വർഗത്ത് കടന്നാൽ പോരല്ലോ, ഇപ്പൊ തങ്ങളെ കാണുന്ന മാതിരി ഞങ്ങൾക്ക് കാണാൻ പറ്റണല്ലോ, ഇപ്പൊ തങ്ങളോട് സംസാരിക്കുന്നത് പോലെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റണല്ലോ, അവിടുത്തെ പൂവതനം ഞങ്ങൾക്ക് കാണേണ്ടേ, അവിടുത്തെ മൊഴികൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടേ, അവിടുത്തെ സാന്ത്വന വാക്കുകൾ ഞങ്ങൾക്ക് അറിയേണ്ടേ, അവിടുന്ന് ഞങ്ങൾക്ക് സന്തോഷം പകരുന്നത് ഞങ്ങൾക്ക് ആസ്വദിക്കേണ്ടേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പറയുമ്പോൾ ആ മുറാഫഖത്തിന് വേണ്ടിയാണ് അവർ പ്രത്യേകം പറയുന്നത്. അത് സാധിക്കുന്നതിനും അത് സാധിക്കുന്നത് ആർക്കാണെന്നതിനുമാണ് മറുപടിയായി അല്ലാഹു തആല ആയത്തിറക്കിയത്. വമൻ യുതിഇല്ലാഹ والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആരാണ് പരലോകത്തെ ഉന്നതന്മാരെന്നും സ്വർഗത്തിലെ ഉന്നതന്മാരെന്നും തട്ടുതിരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആകെ പറഞ്ഞിട്ടുള്ള ഒരു വചനമുണ്ടെങ്കിൽ ഈ വചനമാണ്. അല്ലാഹു തആല അനുഗ്രഹിച്ച ആളുകളോടൊപ്പം അവരുടെ വഴിയിലൂടെ ഞങ്ങളെ ചരിപ്പിക്കണേ നാഥ എന്ന് ഫാത്തിഹ സൂറത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആരാണ് ആ ആളുകൾ എന്നതിന് എല്ലാ മുസ്ലിംമാരും വഅദ് പറയുമ്പോൾ ഒറ്റ ആയത്താവുക. ഈ ആയത്ത് ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ഈ ആയത്താവുക. എന്താ കാരണം? വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടി സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ പോകുന്നവരെ അല്ലാഹു തആല വിവരിച്ചിട്ടുള്ളത് തട്ടുതിരിച്ച് ഈ ആയത്തിലാ കുറച്ച്. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹുകൾ കഴിഞ്ഞു. നമ്മൾ എത്രങ്ങാനും ആളെയാണ് എണ്ണുക, ഏതെല്ലാം പദവിയാ എണ്ണുക. ഓരോരുത്തരും ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല, അങ്ങോട്ട് പറയുന്നത് ഓരോന്നും എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കേട്ടിട്ടുണ്ട്. അത് കേട്ടങ്ങനെ പറയാ. അത് ഏത് പദവിയിൽ എവിടെ എത്തിയൊന്നുമില്ല. ഓരോരുത്തർ ഇങ്ങനെ പറയുന്നിട്ടോ അബുദാലിപ്പെട്ടതേക്കാരും മറ്റീപ്പെട്ടതേക്കാരും മറിച്ചീപ്പെട്ടേക്കാരും ഇതൊക്കെ ഹദീസിൽ വന്നത് ആരെക്കുറിച്ചാ എങ്ങനെയാതൊന്നും ചിന്തയൊന്നും ഉണ്ടാവില്ല. ഒരു പറച്ചില. ഒരാളുടെ ഷെയ്ഖായ പിന്നെ അയാൾ കുത്തുബ് തന്നെ, കുത്തുബല്ലാതെ ഒരാളുടെ ഷെയ്ഖായിവിടെ കുത്തുബുസ്സമാൻ, കുത്തുബ് നമ്മൾ പഠിച്ചാ അതൊക്കെ. ഈ തരം പദമൊന്നും അള്ള പറയുന്നില്ല. അള്ള വിശുദ്ധ ഖുർആനിൽ സ്വർഗത്തിലെ ഉന്നതന്മാരെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി. വിശുദ്ധ ഖുർആനിൽ വേറെ ഇല്ല, ഇതിലപ്പുറമില്ല. ഇവരെ ഉൾക്കൊള്ളുന്ന പദമേ വേറെ കാണും. ഇവരെ ഉൾക്കൊള്ളുന്ന പദം ഇത്ര വിശദമായി വേറെ ഇല്ല. തട്ടിതിരിച്ച് അല്ലാഹു പറയുന്നത് മിനൻ നബിയീൻ, ഒന്ന് നബിമാർ. നബിമാരെ കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്ഥാനം വസ്സിദ്ദീഖീൻ, സിദ്ദീഖുകൾ, വശുഹദാ, രക്തസാക്ഷികൾ, വസ്വാലിഹീൻ, മറ്റെല്ലാ സൽക്കർമ്മികളും. സജ്ജനങ്ങൾ തന്നെ അകത്താണ് ബാക്കി ഏത് വിഭാഗവും. തട്ടുതിരിച്ച് അല്ലാഹു തആല വേറിട്ട് പറയുന്നത് മൂന്നേ വിഭാഗം മാത്രം. ഒന്ന് നബിമാർ. അത് പിന്നെ നമുക്ക് എത്തേണ്ടതുമല്ല, നബിമാർക്കു തന്നെയും അവരുടെ പരിശ്രമം കൊണ്ട് കിട്ടുന്നതുമല്ല. തബാറകല്ലാഹു മാ വഹയും ബിമുക്തസബി. അത് ഉണ്ടാക്കിയെടുക്കപ്പെടുന്നതല്ല, ആർജിച്ചെടുക്കപ്പെടുന്ന ഗുണമല്ല വഹയ്. ആർക്കാണോ വഹയ് ഇറക്കേണ്ടതെങ്കിൽ അല്ലാഹു യഅലമു ഹൈസു യജ്അലു റിസാലത. അല്ലാഹുവിന്റെ പ്രവാചകത്വ ദൗത്യം ആർക്ക് കൊടുക്കണം, എവിടെ കൊടുക്കണം എന്ന് അല്ലാഹുവിന് നല്ലപോലെ അറിയാം. അല്ലാഹു അഅലമു ഹൈസു യജ്അലു റിസാലതഹു. തന്റെ റിസാലത്ത് എവിടെ കൊടുക്കണമെന്ന് അല്ലാഹുവിനാണ് ഏറ്റവും അറിയുക. നിങ്ങൾ എന്തുകൊണ്ട് ഇയാളെ റസൂലാക്കി, എന്തുകൊണ്ട് അയാൾ റസൂലായി, എന്തുകൊണ്ട് ഇയാൾ നബിയായി, ഈ ചോദ്യത്തിനൊന്നും അർത്ഥമില്ല. ആർക്കാണ് എന്റെ റസൂൽ
റസൂലാക്കേണ്ടത് എന്ന് എനിക്കാണറിയുക എന്ന് അള്ളാഹു തീർത്തു പറയുമ്പോൾ അള്ളാഹു തിരഞ്ഞെടുത്ത് അതിനായി പടക്കുന്നവരാ മുർസലീങ്ങൾ. ഓല മണ്ണിൽ കൂറില്ല, അവരെ പടക്കാൻ വേണ്ടി ഉപയോഗിച്ച അവരുടെ മണ്ണിന്റെ അംശത്തിൽ മറ്റൊരാൾക്ക് കൂറില്ല. അത് പ്രകാശം കൊണ്ട് മാത്രം, യാതൊരു ഇരുട്ടുമില്ല, കലർപ്പില്ല, മായമില്ല. ഇവിടുത്തെ പ്രപഞ്ച വസ്തുക്കളുടെ ഒരു കലർപ്പുമില്ലാത്ത ശുദ്ധ നൂറുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടക്കുന്നതാ അമ്പിയാക്കന്മാർ. അവരോളം ആരും എത്തൂല. അമ്പിയ കഴിഞ്ഞാൽ അവരെ അനുഗമിക്കുന്നതിൽ രണ്ടു തരത്തിൽ അനുഗമിക്കുന്നവരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. ഒന്ന്, ഇൽമു കൊണ്ട് അവരെ അനുഗമിക്കുന്നവർ, ഇൽമിൽ അവരുടെ പിൻഗാമികൾ. അമ്പിയാക്കന്മാരുടെ ഇൽമിൽ അവരുടെ പിൻഗാമികൾ. ഇൽമിലും ഈമാനിലും അവരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകളെയാണ് സിദ്ദീഖ് എന്ന് പറയുക. സിദ്ദീഖുകൾ അത് അല്ലാഹു തആല തൊട്ടടുത്തൊന്നു നബി കഴിഞ്ഞാൽ സിദ്ദീഖ്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? അള്ളാന്റെ റസൂല് കഴിഞ്ഞാൽ പിന്നെ ആരായി ഉമ്മത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ ആകെ നമ്മൾ അറിയുന്ന ഒരു സിദ്ദീഖാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് അവർ മാത്രമൊന്നുമല്ല, ഇന്നും ഉണ്ടാവും സിദ്ദീഖ്, ഇന്നുണ്ടാവും സിദ്ദീഖുകൾ. സിദ്ദീഖുകളുടെ വിശേഷണമൊക്കെ ഖുർആനിലുണ്ട്. അങ്ങനെ നോക്കിയാൽ സിദ്ദീഖുകൾ ഒരുപാടുണ്ടാവും. പക്ഷെ അള്ളാഹു വ്യക്തമാക്കി അള്ളാഹുവിന്റെ തിരുദൂതരുടെ നാക്കിലൂടെ വഹിയായിട്ട് അള്ളാഹു ഇറക്കിയ സിദ്ദീഖ് എന്ന പേരാണ് സിദ്ദീഖ് എന്നവർക്ക്. അത് സിദ്ദീഖുകളുടെ നേതാവായത് കൊണ്ടാണ് ആ സിദ്ദീഖ്. വശുഹദാ, കർമ്മം കൊണ്ടും അമല് കൊണ്ടും അമ്പിയാക്കന്മാരെ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും മുന്തിയ നേതാക്കൾ ആരാണോ അവരാണ് ശുഹദാ. കാർമ്മികമായി അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഹയാത്തു തന്നെ അള്ളാഹുവിന് സമർപ്പിച്ചവരാണ്. ഇങ്ങനെ ഹയാത്തും രക്തവും അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുള്ളവരാണ് ശുഹദാ. ബാക്കി എല്ലാരെയും അള്ളാഹ് എന്താ പറയുന്നത്? സ്വാലിഹീൻ. നമുക്കത് പോരെ, നമുക്ക് സ്വാലിഹ് എന്ന് പറഞ്ഞാല് അതെന്തോ അതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയും. അതെല്ലാവർക്കും ഉള്ള വാചക. സ്വാലിഹ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. യൂസുഫ് നബിയുടെ പ്രാർത്ഥന പറയുമ്പോൾ സ്വാലിഹീങ്ങളോടൊപ്പം പടച്ചോനെ എന്നെ നീ ചേർക്ക്. ആരാ പറയുന്നത്? യൂസുഫ് നബി. യൂസുഫ് നബി എന്ന നബിയാ പറയുന്നത്. സ്വാലിഹീങ്ങളാക്ക് എന്നല്ല, സ്വാലിഹീങ്ങളിൽ പെടുത്തു എന്നല്ല, സ്വാലിഹീങ്ങളുടെ ഒപ്പം അനുബന്ധമാക്കി ചേർക്ക്. സ്വാലിഹീങ്ങളോട് അനുബന്ധമാക്കി ചേർക്കുന്നതിനാ അവർ പ്രാർത്ഥിക്കുന്നത്. എന്ന് തുടങ്ങിയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയിലും എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്ന് കാണാ. അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞാൽ ഈ ലോകത്തെ അല്ലാഹു തആലാന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ശറഫുറ്റവരായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം മഹാനർ പ്രാർത്ഥിക്കുന്നത് എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേന്നാ. ഉലുല്ലസ്മുകളിൽപ്പെട്ട രണ്ടാമത്തെ സ്ഥാനമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്ന. അനേകം 25 അംബിയാ മുർസലികളുടെ പേരും ചരിത്രവും പഠിപ്പിക്കുമ്പോ അവരുടെ നാമം ഉച്ചരിക്കുമ്പോ അവരുടെ പദവി പറയുമ്പോ വജഅൽനാഹു അവരെ നമ്മളാക്കിയിരിക്കുന്നു മിനസ്വാലിഹീൻ അല്ലെങ്കിൽ സ്വാലിഹാക്കിയിരിക്കുന്നു എന്നാ അല്ലാഹു സ്ഥാനം പറയുന്നത്. വലിയ പദവി അത്. അതെന്നെ ചെറുതാ. നമ്മൾ ചോദിക്കുകയാണെങ്കിൽ വേറെ എന്തൊക്കെയോ ആണ് പറയാം, കിട്ടാത്തത് അങ്ങനെ പറയാം. ദ്വാർക്കുമ്പോഴൊക്കെയാ ഓരോന്ന് പറയാ. ഈ പദവി അല്ലാഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടോ, അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്നൊന്നും ചിന്തയൊന്നുമല്ല, അങ്ങനെ പറയാ. ആരോടാത്? അള്ളാഹിനോട് ദ്വാർക്കുമ്പോഴേ. സർവജ്ഞനായ അല്ലാഹു തആലാക്ക് അറിയുമെന്ന പോലെ അറിവും കൂടി നമ്മുടെ മനസ്സിൻ്റെ അകത്തില്ല. ദ്വാർക്കുമ്പോ അള്ളാഹിനോടാ കൈ ഉയർത്തി നമ്മൾ പറയുന്നത്. അള്ളാഹിനോട് പറയുമ്പോൾ അല്ലാഹു തആല കൊടുക്കുന്ന പദവികൾ അള്ളാഹ് അറിയിച്ചു തരാത്തത് നമ്മൾ ഓരോന്നിങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം. ഞാൻ പറഞ്ഞു കൂട്ടിയത് നബിമാര്, സിദ്ദീഖുകൾ, ശുഹദാ, സ്വാലിഹീങ്ങൾ, ഇവരോട് കൂടെ മുറാഫഖത്ത് കിട്ടും. എന്താ മുറാഫഖത്ത്? വഹസുന ഉലൈക റഫീഖാ. അവർ നല്ല കൂട്ടുകാരാണ്. അവരോട് കൂടെ മുറാഫഖത്ത് കിട്ടും. ആർക്ക്? അല്ലാഹുവും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചവർക്ക്. അല്ലാഹുവും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചോളൂ എന്നാ കിട്ടും. ആർക്കാണ് ആയത്തിറങ്ങുന്നത്? സൗബാൻ എന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിചാരകനായ മൗലയായ സ്വഹാബി വര്യൻ, നിബിതങ്ങളെ പരിചരിക്കുന്നവർ, മൗലയായ അള്ളാഹുവിന്റെ ഹബീബിന്റെ അടിമസ്ഥാനമുള്ള ഒരു സ്വഹാബി വര്യന് എന്തോ ഒരു ബന്ധമാണ് സയ്യിദായ മുത്തുനബിയോട്.
മക്കൾക്കുള്ളതിലപ്പുറം സ്ഥാനമുണ്ടാകും, മക്കൾക്കുള്ളതിലപ്പുറം പിരിശമുണ്ടാകും. അങ്ങനെയുള്ള സ്ഥാനമുള്ള മൗലാ സൗബാൻ. കാരണം ഒരു കുട്ടിയെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു ഉറ്റവരെ പോലെ, ഒരടിമയെ കാണുന്ന സയ്യിദിനോട് ആ അടിമയ്ക്ക് എന്തോ ഒരു സ്നേഹമുണ്ടാകും. അങ്ങനെയുള്ള സൗബാന് മുത്തനബിയെ കണ്ടുകൊണ്ടേയിരിക്കുന്ന ഈ അവസ്ഥ പടച്ചോനെ നഷ്ടപ്പെടുമല്ലോ എന്നോർത്തപ്പോ അവരെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങിയ ആയത്ത് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, കൊതിക്കേണ്ട എല്ലാവർക്കും മറുപടിയാണ്. അള്ളാഹുവിനും റസൂലിനും വഴിപ്പെട്ട് ജീവിച്ചാൽ ഇത്തരക്കാരോടൊപ്പം കൂട്ടിട്ട് എന്താ ഓലിരിക്കുന്നിടത്തുനിന്ന് പോയി വരാ, ഓല കൂടെ ഇരിക്ക, ഓല കൂടെ സംസാരിക്ക, ഓല കൂടെ തിന്ന, ഓല കൂടെ നടക്ക, ഉറങ്ങാവനാൻ്റെ പുറപ്പെടുത്തിക്കാൻ തട്ടുണ്ടാവുമല്ലോ ഓരോരുത്തർക്ക്. എവിടെയാണ് തട്ടെന്ന്? മുകളിലേക്ക് നോക്കിയാൽ മാനത്ത് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ അകലെയാണ് ഉന്നതങ്ങളിൽ നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ ആ ഉന്നതങ്ങളിൽ നിൽക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ എത്ര അകലമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ അകലമുള്ള സ്വർഗത്തിലെ തട്ടുകളിൽ നിന്ന് നമുക്കിഷ്ടമുള്ള, നമ്മൾ കൊതിക്കുന്ന ആളുകളോടൊപ്പം അഷ്റഫുൽ റസൂലുള്ളാഹി, അതിലപ്പുറം ഉന്നതി ആർക്കുമില്ലല്ലോ സ്വർഗത്തിൽ. ആ മുത്തുനബിയെ വരെ കാണാൻ, സംസാരിക്കാൻ, സംവദിക്കാൻ തങ്ങളുടെ സ്വഹാബിമാർക്കു മാത്രമല്ല, തങ്ങളോടൊപ്പം ജീവിച്ചവർക്കു മാത്രമല്ല, രാത്രി മുഴുവൻ ഹയാത്താക്കിയവർക്കു മാത്രമല്ല, കഷ്ടപ്പെട്ട് അധ്വാനിച്ചവർക്കു മാത്രമല്ല, അല്ലാഹുവിനും റസൂലിനും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ആ വഴിപ്പെട്ടത് എങ്ങനെയാണ് അയാൾക്ക് കടമയാക്കിയതെങ്കിൽ അങ്ങനെ നിർവഹിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർക്കൊക്കെയും മുറാഫഖത്ത് കിട്ടുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹു തആല പറയുമ്പോൾ അത് കിട്ടാൻ വേണ്ടതാണ് നമ്മൾ ഈ നോക്കുന്നത്. അതിന് നമ്മൾ ഈ പാപമൊക്കെ ഒന്ന് പോകണം. അത് പോകുന്നതായി പറഞ്ഞ് ഒരു ദിവസത്തെ അള്ളാഹുവിന്റെ ദിക്റിലുള്ള ഉറക്കമിളക്കൽ കൊണ്ട് അവന്റെ മാതാവ് അവനെ പ്രസവിച്ചതുപോലെ മുഴുവൻ പാപങ്ങളിൽ നിന്നും കഴുകി ശുദ്ധമാക്കപ്പെട്ടവനായി അവൻ പുനരിയിലെത്തും എന്ന്. എത്രയെത്ര പാപങ്ങളാ, എത്രയെത്ര തെറ്റുകുറ്റങ്ങളാ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരതിയാൽ നമ്മൾ കാണുക. എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒന്ന് ചിന്തിക്കുക. തമ്മാടികളായി നമ്മൾ കാണുന്നവർ മാത്രമല്ല, ദുഷ്ടന്മാരായി നമ്മൾ അറിയുന്നവർ മാത്രമല്ല, നമ്മൾ സാധാരണ ഭക്തന്മാരായിട്ടും മൂലയന്മാരായിട്ടും ആലിമീങ്ങളായിട്ടും സയ്യിദുമാരായിട്ടും ഹാജിയന്മാരായിട്ടും പള്ളിയിൽ തന്നെ ഇത്തികാഫിരിക്കുന്നവരുമായിട്ടൊക്കെ എണ്ണുന്ന കൂട്ടർ നോക്കി. ആ എണ്ണുന്ന കൂട്ടരുടെ ഒക്കെ കൂട്ടത്തിൽ ഒന്ന് ചിന്തിക്കുകയും പാപങ്ങളെ നമ്മൾ വിലയിരുത്തിയാൽ ഓരോരുത്തരുടെ പാപങ്ങൾ പൊറുക്കപ്പെടേണ്ടതായി എത്രയോ ഉണ്ട്. ഓരോ ദിനത്തിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപം കള്ളുടിക്കണ്ട, വ്യഭിചരിക്കണ്ട, അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളായി എല്ലാവരും വേണ്ടുന്ന ഒരു തെറ്റിനും പെടണ്ട. സ്വയമായി നമ്മൾ നമ്മുടെ അവയവങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കടമ നിറവേറ്റാത്ത തെറ്റും കുറ്റവും നമ്മളിൽ നിന്ന് സംഭവിക്കുന്നത് ഓരോ പണ്ഡിതനും എന്നും ഇബാദത്തിൽ കഴിയുന്നവരും അടക്കം ആലോചിച്ചാൽ അപ്പോഴേ ഈ മഹാന്മാരായ ഔലിയാക്കൾ രാത്രി ഉറക്കമിളച്ച് നിസ്കരിച്ചതിന്റെ സ്ഥാനം എന്താണെന്നും അതെന്തിനു വേണ്ടിയാണെന്നും നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അവർ നരകത്തെ പേടിച്ചതിന്റെ വണ്ണ വലിപ്പം നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. നമുക്ക് അല്ലാഹു തആല അല്ലാഹുവിന്റെ ഹിൽമു കൊണ്ടാ എത്ര വലിയ ഔദാര്യമാണ് അല്ലാഹു തആല പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ മഖ്ഹൂൽ എന്നവർ തന്നെ പറയുകയാണ്, ഈ സമുദായത്തിൽ ഒരു 15 ആളുകൾ മാത്രം ഇദാ കാന ഫീ ഉമ്മത്തി മുഹമ്മദ്, ഇദാ കാന ഫീ ഉമ്മത്തിൻ, ഏതൊരു സമുദായത്തിലും 15 റജുല, ഒരു 15 ആളുകൾ അല്ലാഹു തആലാന്റെ ഒരു സമുദായത്തിൽ, ഒരു നബിയെ അനുകരിച്ച് ജീവിക്കുന്ന സമുദായത്തിൽ ഉണ്ടായാൽ യസ്തഗ്ഫിറൂനല്ലാഹ കുല്ല യൗമിൻ 25 മറ, ഓരോ ദിവസത്തിലും ഒരു 25 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 15 പേർ ഒരു സമുദായത്തിൽ എന്നും ഉണ്ടായാൽ ലം യുആഖിദില്ലാഹു തആല തിൽക്കൽ ഉമ്മത ബിഅദാബിൽ ആമ്മ, സകലരെയും കൂടി എല്ലാവരെയും കൂടി ഉൾക്കൊള്ളുന്ന ഒരു ശിക്ഷ കൊണ്ട് അല്ലാഹു ആ ഉമ്മത്തിനെ ഒരിക്കലും പിടികൂടുകയില്ല. പിടികൂടാതിരിക്കുക എന്തേ വേണ്ടൂ? കോടിക്കണക്കിന് അംഗസംഖ്യയിലുള്ള ഈ ഉമ്മത്തിൽ, നമ്മളെ ഉമ്മത്തിൽ നമുക്ക് സംസാരിക്കാം. മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഉമ്മത്ത് ലോക മുസ്ലിമീങ്ങളിൽ നിന്ന് എത്ര കോടിയാണ്?
ആ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഉമ്മത്തുകളിൽ ഒരു 15 പേർ മാത്രം 25 തവണ അള്ളാഹുവിനോട് ഒരു ദിവസം മാപ്പിരന്നാൽ ആ 25 തവണ 15 പേരുടെ ഇസ്തിഗ്ഫാർ എത്രാന്നൊന്ന് പെരുക്കി നോക്കി. 15, 25 അത്ര ഇസ്തിഗ്ഫാറിനെ മാനിച്ചിട്ട് ഈ കണ്ടുകാണപ്പെട്ട ഉമ്മത്തിലെ ചണ്ടികളുടെയും എല്ലാ തമ്മാടികളുടെയും ദുർനടപ്പുകാരുടെയും എല്ലാ ദുഷ്ടന്മാരുടെയും പേരിൽ അല്ലാഹു തആല വെള്ളമിറക്കും, പുല്ല് കൊടുക്കും, വായു നൽകും, മറ്റെന്തെല്ലാം വിഭവങ്ങളും നൽകും. ഈ ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു തആല ഘടന തെറ്റിക്കാതെ ശരിക്കും നിലനിർത്തിപ്പോരും. എന്തേ വേണ്ടു? 15 പേർ മാത്രം. എന്താ അല്ലാഹുവിന്റെ അനുഗ്രഹം? എന്താണ് അല്ലാഹു തആലാന്റെ മഹത്തായ അനുഗ്രഹം? ഈ ഉമ്മത്തിന് കിട്ടിയ അനുഗ്രഹം 15 ആളുകൾ ഒരു 25 തവണ ഒരു ദിവസം ഇസ്തിഗ്ഫാർ നടത്തിയാൽ ആ ഇസ്തിഗ്ഫാറിന്റെ പേരിൽ കോടാനുകോടി സമുദായത്തിൽ നിന്ന് വരുന്ന കോടിക്കണക്കിന് പാപങ്ങൾ, ചില്ലറ പാപമൊന്നും അല്ലല്ലോ. നമ്മളെ മാത്രം കൂട്ടണ്ടെങ്കിൽ, മുസ്ലിമീങ്ങളെ മാത്രം കൂട്ടണ്ട. ഈ പറയുന്ന ഉമ്മത്തില് കുഫാറും പെടുവല്ലോ. കുഫറില്ലേ, ശിർക്കില്ലേ? അള്ളാഹുവിന്റെ പുറമെ മറ്റു ദൈവങ്ങളിൽ വിശ്വസിച്ചു കൊണ്ടുവരുന്നവരടക്കം എല്ലാ വിഭാഗത്തിന്റെയും പാപങ്ങളുടെ പേരിൽ ഈ ഭൂമി അട്ടിമറിക്കപ്പെടാതിരിക്കാൻ 15 ആളുകൾ 25 തവണ ഒരു ദിവസത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുക എന്നത് അല്ലാഹു തആല നിശ്ചയിക്കുന്നു. ഇത് നടന്നാൽ തന്നെ അല്ലാഹു അട്ടിമറിക്കാതെ കാത്തുവരുന്നു പറയുമ്പോ പടച്ച തമ്പുരാൻ ഈ ലോകത്തോടും ഈ ലോക ജനതയോടും ചെയ്യുന്ന ഔദാര്യമത്രയാ. അവന്റെ ഭൂമിയിൽ ജീവിക്കാൻ, ആകാശത്തിന്റെ ചുവട്ടിൽ ജീവിക്കാൻ, അവന്റെ വെള്ളം കുടിക്കാൻ, അവന്റെ വായു ശ്വസിക്കാൻ അല്ലാഹു തആല സൗജന്യമായി അല്ലാഹു തആല നൽകുന്ന അനുഗ്രഹമെത്തില്ല. ഈ അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിട്ട് ഈ അനുഗ്രഹദാതാവായ അല്ലാഹു തആലാന്റെ മുമ്പിൽ നമുക്ക് നൽകിയ ഓരോരുത്തന്റെ അനുഗ്രഹം വെച്ച് ആ അനുഗ്രഹത്തെ, അതിന് നന്ദി രേഖപ്പെടുത്തേണ്ട അവയവത്തെ അതിന് നന്ദി രേഖപ്പെടുത്തുന്നതിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് കുറ്റമാണത്. അത് ചെറിയ തെറ്റാണ്, നിങ്ങൾ മനസ്സിലാക്കരുത്. നാക്ക് നൽകിയതിന് ആ നാക്ക് കൊണ്ട് ശുക്ർ ചെയ്യണം. കണ്ണു നൽകിയതിന് കണ്ണിന്റെ ശുക്ർ ചെയ്യണം. തല നൽകിയതിന് തലയുടെ ശുക്ർ വേണം. തലച്ചോറിന് തലച്ചോറിന്റെ ശുക്ർ വേണം. കൈകാലുകൾക്ക് കൈകാലുകളുടെ ശുക്ർ വേണം. അങ്ങനെ അള്ളാഹു നൽകുന്ന നമ്മുടെ അവയവങ്ങളിൽ ഓരോന്ന് നോക്കിയാൽ ആ ഓരോന്നിനും വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ട ശുക്ർ ഏറ്റവും ചുരുങ്ങിയത് അതെന്തിനു വേണ്ടിയാണോ തന്നിരിക്കുന്നതെങ്കിൽ അതിലേക്ക് തന്നെ വിനിയോഗിക്കലല്ലേ. എന്തിനു വേണ്ടി തന്നിരിക്കുന്നുവെങ്കിൽ അതിലേക്ക് തന്നെ വിനിയോഗിക്കുക. അത് നമ്മൾ ചെയ്യണ്ടേ? കണ്ണെന്തിനാ അല്ലാഹു തആല തന്നത്? എന്തിനാ അല്ലാഹു തആല കണ്ണു തന്നത്?